അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളിവിടെ തക്കാളി ഇതിൻ്റെ മുൻപ് കുഴിച്ചിട്ടത് ഞാൻ കാണിച്ചിരുന്നല്ലോ. ആ തക്കാളി ഇത്ര വലുപ്പമായിട്ടോ. തക്കാളി ഇതിന് നമ്മൾ ഫസ്റ്റ് പിന്നെ അടിവളം കാലിവളം ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മളൊന്ന് മണ്ണിട്ടിരുന്നു. വെറുതെ ഒന്നൊരു മണ്ണ് ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഇതിൽ കോഴിക്കാഷ്ടമാണ് കേട്ടോ. കോഴിക്കാഷ്ടം പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ വെണ്ടക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ചാല് വരില്ലേ, ആ ചാലിലാണ് നമ്മൾ വീണ്ടും വേറെ കൃഷി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചാല് ഇവിടെ ഇങ്ങനെ ഈ മണ്ണെടുത്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ചാല് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതൊന്നുകൂടി വീതി കൂട്ടിയിട്ട് നമ്മൾ അതിലെന്തെങ്കിലും ഒരു കയ്പക്ക അല്ലെങ്കിൽ വെണ്ടക്ക ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി വെണ്ടക്കൻ്റെ ആവശ്യമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പിന്നെ പച്ചക്കറി നമ്മൾ ചെയ്യും കേട്ടോ. പയറോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പടന്ന് വലുതാകാത്ത എന്തെങ്കിലും ഒന്ന് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇത് കുഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ പിന്നെ ഈ ഭാഗത്ത് തക്കാളി വെച്ചത് കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് മുളകിൻ്റെ തൈ അതുപോലെ തന്നെ തക്കാളി വെച്ചിട്ടുണ്ട്. തക്കാളി പിന്നെ കുറച്ചുള്ളൂ, 10 തൈ തക്കാളി, പിന്നെ ഒരു 10 പിന്നെ മുളകിൻ്റെ തൈ. ഈ തോട് നമ്മളിങ്ങനെ കീറിയപ്പോൾ അതിലേക്ക് തയ്യാത്ത ഭാഗത്തേക്ക് നമ്മൾ വഴുതനങ്ങൻ്റെ പിന്നെ തൈയും വെച്ചിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ തൈ വെച്ച് അതുപോലെ തന്നെ മുളക് വെച്ച്. ഇതിനിപ്പോൾ നമ്മൾ കോഴിക്കാഷ്ടം ഇട്ടിട്ടോ. പിന്നെ ഇതിലൊക്കെ നമ്മൾ കോഴിവളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനും നമ്മൾ വളം ഇട്ടിട്ടോ. വളമിങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഈ വെയിലിങ്ങനെ ഉണ്ടപ്പോൾ ചെറിയൊരു വാട്ടം ഇങ്ങനെ ഉണ്ട് ഇവിടെ. ഇത് കോവക്കയാണ്, ഇത് പടവലങ്ങയാണ്, ഇത് പീച്ചക്കയാണ്, പീച്ചക്ക എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ പടവലുണ്ട്, പിന്നെ വാഴയുണ്ട്, പിന്നെ ആ ഭാഗത്തൊക്കെ കാന്താരി മുളകാണ് കേട്ടോ. കാന്താരി മുളക്. പിന്നെ അവിടെ ഒരു ചായ മനസ്സാറിന് ഒരു ചെടിയുണ്ട്, പിന്നെ കറിവേപ്പ് മരം, ഇങ്ങനെ പിന്നെ കുറച്ച് തെങ്ങിൻ തൈ ഒക്കെയാണ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ ഈ മണ്ണിട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തോടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കയ്പകൻ്റെ പിന്നെ വിത്താണ് ഇട്ടത് കേട്ടോ. പിന്നെ പിന്നെ കുമ്പളങ്ങൻ്റെ ഒരു തൈയുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഒരു കർമ്മത്തിൻ്റെ തൈ, ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു കർമ്മത്തിൻ്റെ തൈ. നമ്മളത് ഈ കയ്പക ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കർമ്മത്തിൻ്റെ തൈ വെച്ചത് കേട്ടോ. അതവിടെ വിത്തുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒപ്പം മുളക്കുന്നുണ്ട്. കയ്പൊക്കെ പിന്നെ അത് പെട്ടെന്നാണ് തീരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ തെങ്ങിൻ്റെ തൈയുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഒന്ന് അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അതും ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഈ വീഡിയോ ഒക്കെ പിന്നെ പല ആളുകളിലേക്ക് എത്താൻ എനിക്കതൊരു സഹായമാവും. ഇത് നമ്മളൊരു പുതിയൊരു പയർ ഇപ്പോൾ തൈയൊന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് കായ്ക്കണ ഒരു പയറാണിത്. പച്ച കളറാണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ വെച്ച് വലിയൊരു കരുത്തൊന്നുമില്ല, ഇങ്ങനെ പടർന്ന് പോകുന്നുണ്ട്. എന്നാലും ഒരു പയറുണ്ടായിട്ടുണ്ട്, ഒരു സന്തോഷം. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താൽ അത് പിന്നെ മറന്നു പോകില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇതൊരു കാന്താരി മുളകാണ്. ഒരു പ്രത്യേക ഒരു കളറാണിത്. നീളനല്ല കേട്ടോ, ഉണ്ട കാന്താരി മുളകാണിത്. നല്ല പിന്നെ കായുണ്ടാവും, നല്ല വലിയ മരമായി പോകും കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 5-6 തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു പിന്നെ ജനസിൽ പെട്ടൊരു പിന്നെ കാന്താരി മുളകാണ്. ഇത് നല്ല നീല മുളകാവും, ഉണ്ടയുണ്ട്, നീണ്ടതുമല്ല, ഉണ്ട മുളകാണ് ഉണ്ടാവുക. പിന്നെ ഇത് ഗ്രാമ്പൂവിൻ്റെ തൈയാണ് കേട്ടോ. നമ്മളിവിടെ ഇതിൻ്റെ മുന്നേ വെച്ച ഒരു വീഡിയോ കാണിച്ചിരുന്നു. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തൈയാണിത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 4 തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വഴുതനങ്ങ ഇതിൻ്റെ മുന്നേ കാണിച്ചതാണല്ലോ, വഴുതനങ്ങ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചോളം ഇവിടെ പൂവിട്ടുണ്ട്. ചോളം 2 വീതമാണ് കേട്ടോ. ഇതിൻ്റെ ഈ മുടി ഒരു പിന്നെ പിങ്ക് കളറ്, പിന്നെ അത് ഗ്രീൻ കളറ്, ഈ 2 സൈസാണിത് കേട്ടോ ഇതിനുള്ളത്. പിന്നെ ഇവിടെ പയറുണ്ട് കേട്ടോ. പയർ പിന്നെ ഏകദേശം ഇതിനൊക്കെ
കായപ്പോൾ തീരാനായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കായ നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് എന്നാലും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചിരങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചിരങ്ങ അതിന് 2 ചിരങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ ഞാൻ ഇതിൻ്റെ മുൻപ് കാണിച്ചതാണല്ലോ കുക്കുംബർ ഉണ്ടായത്. ഇത് വിത്തിന് നിർത്തിയ കുക്കുംബറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒന്ന് വലുത് അവിടെയുണ്ട് കുക്കുംബർ. പിന്നെ നമ്മളിങ്ങനെ കാണാതെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് പിന്നെ അതങ്ങനെയാണ് മൂത്ത് പോലാണ്. അതിൻ്റെ അവിടെ ഉള്ളിലുണ്ടൊന്ന് മൂത്തിരിക്കുന്നത്. ഇത് പിന്നെ പറിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ പറിച്ചിട്ടില്ല. ഇന്ന് രാവിലെ കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ പിന്നെ ഈ ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശംഖുപുഷ്പം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വല്ലാതെ ഒന്നും പിന്നെ കാണിക്കാനില്ലാത്തത് കൊണ്ട് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കുക്കുംബർ ഇവിടെ നല്ല ഉണ്ടായിട്ടുണ്ട്. കുക്കുംബർ നല്ല വിളവാണ് പ്രാവശ്യം കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പിന്നെ ഇവിടെ 10 മണിയുണ്ട്. 10 മണി പൂവ് കണ്ടില്ലേ, ഒന്നായിട്ടിങ്ങനെ വിരിഞ്ഞ് പല കളറും ഇങ്ങനെ ഉണ്ട് കേട്ടോ. 10 മണിയുമില്ല പിന്നെ നല്ല പൂവ് തരുന്നൊരു ഇനാണിത്. പിന്നെ പല കളറും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടില്ല, ഇത് കുക്കുംബറാണ് കേട്ടോ. കുക്കുംബർ പിന്നെ നല്ല വിളവ് തന്നെയാണ് തരുന്നത്. പിന്നെ ഇത് വിത്തിന് പിന്നെ നിർത്തിയതല്ല, അങ്ങനെ നിന്നതാണ്. നമുക്ക് കാണാതെ പെട്ടത് അങ്ങനെയാണ്ട് വിത്തിനായിക്കോട്ടെ തെരഞ്ഞ് കണ്ട് നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇത് നമുക്ക് ഇത് ഇത്ര വലുതാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇത് കുക്കുംബർ വലുതായതാണ് കേട്ടോ. ഇത് ഒരുപാട് വലുപ്പമുണ്ട്. ഇതൊരു 1.5 കിലോൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ. ഈ ക്യാമറയിൽ ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും നല്ലൊരു